മിനിസ്റ്റർ ചോദിച്ചതാണ്. നമ്മളല്ല പറയുന്നത്. ഇതിൽ ശരിക്കും ഒരു 2-3 ഇഷ്യൂസ് ഞാൻ റേസ് ചെയ്യട്ടെ. ഒന്ന്, നമ്മൾ ഈ നിരന്തരം ഈ കീടനാശിനി അടിച്ചിട്ടും വളമിട്ടിട്ടും ചെയ്ത് ഭക്ഷണം കഴിച്ച് 2 തരത്തിലെ ഇൻസെൻസിറ്റീവ്നെസ് നമുക്ക് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ടേസ്റ്റും സംഭവം എല്ലാം മാറിയിട്ടുണ്ട്. അതേസമയം നമ്മുടെ അവിടെ വരുന്ന കൊച്ചു കുട്ടികളടക്കം, ഇപ്പോൾ ഒരു ഭയങ്കര രസമുള്ളൊരു കഥയുണ്ട്. സാധാരണ വെണ്ട കഴിക്കാത്ത കുട്ടി നമ്മുടെ അവിടെ നിന്നുള്ള ഈ ഓർഗാനിക്കലി പ്രൊഡ്യൂസ്ഡ് വെണ്ട വരുമ്പോഴത്തേക്കും ആ കുട്ടി സ്വാഭാവികമായും തിന്നുകയാണ്. അപ്പോൾ ആ അമ്മ വന്ന് പറയുകയാണ്, ഞാൻ ഇവിടുന്ന് വെണ്ട വാങ്ങിക്കുമെന്ന്. അവസാനം വെണ്ട ഇല്ലാത്ത ദിവസങ്ങളിൽ ആ അമ്മ വളരെ സങ്കടപ്പെട്ട് പോവുകയാണ്. ഒരു വക്കീലാണ് തിരുവനന്തപുരത്തുള്ള, വളരെ സങ്കടപ്പെട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ അവസാനം വിത്ത് കൊടുത്തിട്ട്, നമ്മുടെ ഈ ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരണ്ട, വെണ്ടയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ പ്രോസസ്സും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആൾക്കാർക്ക് ആ സെൻസിറ്റിവിറ്റി തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മളിത് വരും. ഇതിൻ്റെ ഇല്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്നറിയാം. മിനിസ്റ്റർ നേരത്തെ പറഞ്ഞു, ക്യാൻസർ ഇപ്പോൾ കീടനാശിനി, ഇപ്പോൾ ഇദ്ദേഹം അതിനെ വളരെ ബെനൈനായിട്ട്, അതായത് കീടനാശിനി ഒന്നുമല്ല, ഒരു കുഴപ്പമില്ലാണ്. അങ്ങനെയാണെങ്കിൽ 1940കളിൽ കണ്ടുപിടിച്ചിട്ട് ലോകം മൊത്തം കൊട്ടിഘോഷിച്ച് അതിനെ ആഘോഷിച്ച് ലോകത്തെല്ലായിടത്തും സർവ്വവ്യാപിയായിട്ട്, ഈശ്വരന് കഴിഞ്ഞാൽ പിന്നെ കീടനാശിനികളാണ് സർവ്വവ്യാപിയും സർവ്വസംഹാരിയുമായിട്ടുള്ള, അങ്ങനെ ആയിട്ടുള്ള കീടനാശിനികൾ എന്തുകൊണ്ട് 2002-ൽ 2010 ആകുമ്പോഴത്തേക്കും DDT നിരോധിക്കണം എന്ന് ലോകം തീരുമാനിക്കുന്നത്? ഈ ലോകം തീരുമാനിക്കുന്നു പറയുമ്പോഴത്തേക്കും ലോകത്തുള്ള 100 ചില്വാനം രാജ്യങ്ങൾ ഒരുമിച്ചിരുന്ന് അവരുടെ ശാസ്ത്രജ്ഞന്മാർ, യഥാർത്ഥത്തിൽ മര്യാദയ്ക്ക് കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ചിരുന്നിട്ട് തീരുമാനിക്കുന്നതാണിത്. അവരൊക്കെ പൊട്ടന്മാരാണോ? അപ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് റിയലൈസ്, നമ്മൾ 50-60 ഇയേഴ്സ് ഓഫ് ഈ കെമിക്കൽസിൻ്റെ ചരിത്രത്തിൻ്റെ അവസാനം നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇതിൽ അപകടമുണ്ട്, ഇത് ശരീരത്തിൽ വന്ന് പെടുന്നു. ചെറിയ അളവിലാണെങ്കിലും അത് ക്യാൻസർ അടക്കം, എൻഡോമെട്രിയോസിസ് അടക്കം, സ്കിൻ ഡിസീസസ് അടക്കം, എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻസ് അടക്കം വരുന്നു എന്ന് അറിയുന്നു. എന്നിട്ട് ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്നത്. അതിന് വലിയൊരു എതിർപ്പ് ഈ കീടനാശിനി കമ്പനികളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ വാദങ്ങളെല്ലാം ഞങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ പല കൺവെൻഷൻസിന് പോകുമ്പോൾ ഇതുപോലത്തെ ആൾക്കാർ ഒരുപാട് വന്നിട്ട് അവിടെ വാദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. പക്ഷേ ഇഷ്യൂ എന്താണെന്നറിയാമോ? അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് വിറ്റാൽ മതി, ഒരു ഡീഫങ്ക്ട് ടെക്നോളജിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതി. ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയ സമൂഹത്തെയും ജനതയെയും മനുഷ്യനെയും തന്നെ രക്ഷിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ മൃഗങ്ങളെയും രക്ഷിക്കണം, മണ്ണിനെ രക്ഷിക്കണം എന്നുള്ള ഒരു വലിയ ഒരു നീഡിൻ്റെ പുറത്താണ് വന്നിരിക്കുന്നത്. 50,000 ക്യാൻസർ കേസസ് എല്ലാ വർഷവും കേരളത്തിൽ ഇത് ചെയ്യുമ്പോൾ RCCയിൽ പോയിട്ട് അവിടെ നടക്കുന്ന റിസർച്ച് നോക്കാത്തുണ്ട്. DDTയും BHCയും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നത് പ്രൂവൺ ആണ്. അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന പല അസുഖങ്ങളുടെയും കാരണമായി നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, ഇത് 3ഉമാണ് അതിന് കാരണമാകുന്നത് എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നൊരു ഘട്ടത്തിൽ മാറി ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്നാണ് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ 1-2 കാര്യങ്ങൾ അതെല്ലാം കണ്ണിൽ കുത്തുന്ന തെറ്റുകളാണ്. അതായത് കേരളത്തിൻ്റെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്, പാലുൽപാദനം വർദ്ധിച്ചിട്ടുണ്ട്, മുട്ട ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്, മാംസ ഉൽപ്പാദനം എല്ലാം വർദ്ധിച്ചിട്ടുണ്ട്, ന്യൂമറിക്കലി വർദ്ധിച്ചിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അത് 1. 2, ജൈവ കൃഷിയെ അടച്ചാക്ഷേപിക്കുക, ഇതൊക്കെ ഒരു എക്സ്ട്രീം പൊസിഷനാണ്. ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ഒന്നിനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല, അല്ലേ? നമ്മൾ ചെയ്യുന്ന എന്താണ്? ഇന്ന കാര്യം ഞാൻ പറഞ്ഞ എന്താണ്? ജൈവികവും അതുപോലെ തന്നെ രാസപരമായിട്ടുള്ള വളങ്ങൾ വളരെ ജുഡീഷ്യസ് ആയിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ള സ്ഥലങ്ങളിലുള്ള വിളവുകളാണ്. ശാസ്ത്രീയമാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് റോത്തം സ്റ്റം എക്സ്പെരിമെന്റ് 1845 മുതൽ നടക്കുന്ന എനിക്കൊരു പ്രോബ്ലം പറയട്ടെ പ്ലീസ് സർ. ശാസ്ത്രം അറിയാവുന്നവർ പ്ലീസ് സർ. ഇദ്ദേഹം ഓക്കെ, ഞാൻ സംസാരിച്ചില്ല. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്? DDT എന്തുകൊണ്ട് നിരോധിച്ചു? സിമ്പിളാണ്, സിമ്പിൾ സയൻസാണ്. DDT അല്ല, നമ്മൾ കീടനാശിനികളെ സംബന്ധിച്ച് അതിൻ്റെ ശാസ്ത്രം എന്താണ്? ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കീടനാശിനികളെല്ലാം തന്നെ അതിൻ്റെ പ്രഹരശേഷി വളരെ കൂടുതലുള്ളതും പരിസ്ഥിതിക്ക് നാശം കൂടുതലുണ്ടാക്കുന്നവയായിരുന്നു. പക്ഷേ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ നമ്മുടെ കീടനാശിനികളിൽ, നമ്മുടെ മരുന്നുകളിൽ, നമ്മുടെ ആൻറ്റിബയോട്ടിക്കുകളിൽ നമ്മൾ കാലികമായിട്ട് മാറ്റം വരുത്തുന്നു. 2 കാരണങ്ങൾ കൊണ്ട്. 1, പരിസ്ഥിതി നാശം. 2, എന്താണ്? നമ്മൾ ഏത് കീടങ്ങൾക്കെതിരെയാണോ അല്ലെങ്കിൽ ഏത് ജീവികൾക്കെതിരെയാണോ ഇത് ഉപയോഗിക്കുന്നത് അവരിലുണ്ടാകുന്ന ജനിതക വ്യതിയാനം, മ്യൂട്ടേഷൻ കാരണം ഈ കീടനാശിനികൾ നോ മോർ യൂസ്ഫുൾ ആവും. നോ മോർ യൂസ്ഫുൾ ആവും. ഇങ്ങനെയാണ് ഇപ്പോൾ ആന്റിബയോട്ടിക്. ഇന്നിപ്പോൾ ഒരു ആന്റിബയോട്ടിക് ഇറക്കി ഇത് വലിയ കാര്യമില്ല. ഒരു ആന്റിബയോട്ടിക് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ കാര്യമില്ല എന്നുള്ളത് അവരുടെ പൊസിഷനാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്.
ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു കീടനാശിനി ഇറക്കി കഴിഞ്ഞാൽ നമ്മളൊരു ജീവിക്കെതിരെയാണല്ലോ ചെയ്യുന്നത്. ആ ജീവിയും ഈ ഭൂലോകത്തെ സമസ്ത ജീവജാലങ്ങളും നിരന്തരമായ മ്യൂട്ടേഷൻ വിധേയമാണ്. നമ്മൾ മ്യൂട്ടേഷൻ വിധേയമാണ്, എപ്പോഴും മ്യൂട്ടേഷൻ വിധേയമാണ്. ഈ മ്യൂട്ടേഷൻ വരുമ്പോൾ എന്താണ്, ആ കെമിക്കൽസും അതിൻ്റെ ജനിതഘടന മാറുക, അതിൻ്റെ രാസഘടന മാറുമ്പോൾ ഇവ തമ്മിലുള്ള ഇൻട്രാക്ഷനിൽ ഉണ്ടാകുന്ന റിസൾട്ട് മറ്റൊന്നായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് മരുന്നുകൾ മാറ്റേണ്ടി വരുന്നത്. ശരികളിൽ നിന്ന് മെച്ചപ്പെട്ട ശരികളിലേക്കാണ് സയൻസ് പോകുന്നത്. തീർച്ചയായും നമ്മുടെ ഭക്ഷണത്തിലേക്ക് വന്നാൽ ഭക്ഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻസറിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, മന്ത്രി പറഞ്ഞു. ഈ ക്യാൻസറിന് പ്രധാനമായിട്ട് ഇപ്പോൾ ക്യാൻസർ കൂടുതലുണ്ട്. 84 വയസ്സാണ് ഓസ്ട്രേലിയയിലെ ലൈഫ് എക്സ്പെക്റ്റൻസി. അവിടെ 1,314 പേർക്ക് ക്യാൻസർ ഉണ്ട്. അമേരിക്ക, ജർമ്മനി, UK 81 വയസ്സാണ്. അവിടെ 300 പേർക്ക് 1,00,000 ക്യാൻസർ ഉണ്ട്. 175 ചൈനയിൽ. അവിടെയാണെങ്കിൽ 75 വയസ്സാണ് ലൈഫ് എക്സ്പെക്റ്റൻസി. ഇനി ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 93 പേർക്ക് 1,00,000 ക്യാൻസർ ഉണ്ട്. ഇവിടെ 69.5 ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി. കേരളം എടുത്തു കഴിഞ്ഞാൽ 76-77. ഇവിടെ 130 ഏറ്റവും അവസാനത്തെ കണക്ക്. ഈ കണക്കുകളെല്ലാം കാണുന്ന എന്താണ്, കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ള സ്ഥലങ്ങളിൽ ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ് ഓഫ് ക്യാൻസർ കൂടുതലാണ്. 50 വയസ്സിന് ശേഷമാണ് 70% ക്യാൻസറുകൾ. 50 വയസ്സിന് ശേഷമാണ് 70% ക്യാൻസറുകൾ. 35% ക്യാൻസറുകൾ 75 വയസ്സിന് ശേഷമുള്ളതാണ്. ലോകമെമ്പാടും ആവർത്തിച്ച് നടന്ന പരീക്ഷണങ്ങളും സ്റ്റഡീസുമാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ ക്യാൻസറിന് 2 കാര്യം. ഒന്ന്, നമ്മുടെ രോഗനിർണയ രീതികൾ വലിയ തോതിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇപ്പോൾ ഋഷിമാർ ക്യാൻസർ വന്ന് മരിച്ചായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പഴയ രാജാക്കന്മാർ ക്യാൻസർ വന്ന് മരിച്ചായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആദ്യത്തെ മോളിക്യൂൾ ഉണ്ടായി, ഇരട്ടിക്കുന്ന ആദ്യത്തെ മോളിക്യൂൾ ഉണ്ടായപ്പോൾ ക്യാൻസറിൻ്റെ സാധ്യത തുടങ്ങിയതാണ്. പക്ഷേ പഴയ ആരും ക്യാൻസർ വന്ന് മരിച്ചതായിട്ടോ അതിനെക്കുറിച്ച് നിർണ്ണയമൊന്നും ഉണ്ടായില്ല. കാര്യം എന്താണ്, നമ്മളുടെ ആ ഒരു നിർണ്ണയ രീതി നമുക്കന്ന് അപ് ടു ഡേറ്റ് അല്ല. പഴയ ആൾക്കാരൊന്നും ക്യാൻസർ വന്നല്ല മരിച്ചത്, പക്ഷേ അവർ ക്യാൻസർ വന്ന് തന്നെയാണ് മരിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ മറ്റൊരു ലോകമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ അറിഞ്ഞിട്ടില്ല, വേറെ രോഗങ്ങളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അവർ ക്യാൻസർ തന്നെ വന്നു. അസംബന്ധം പറഞ്ഞു കേട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇതൊന്നും ഒരു ശാസ്ത്രവും ഇല്ലാതെ ഒരു ചർച്ച നടത്താൻ ശരിയായിട്ടുള്ള കാര്യമൊന്നുമില്ല. ക്യാൻസറൊക്കെ വരുന്നതിനെ സംബന്ധിച്ചൊക്കെ ശരിയായ പഠനങ്ങളുണ്ട്. ഞാനിവിടെ വന്നിരുന്ന് ഇദ്ദേഹം പറയുന്ന അസംബന്ധമൊക്കെ കേട്ടിരുന്നിട്ട് ഇതൊന്നും ക്യാൻസർ ഒന്നും ഇവിടെ ഇല്ല, ഇതൊന്നും കൊണ്ടല്ല വരുന്നതെന്നും RCCയുടെ പഠനങ്ങളൊന്നും പഠനങ്ങളല്ലെന്നും ഇവിടുത്തെ ഈ മരുന്ന് കമ്പനികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ശരി, കീടനാശിനി കമ്പനികൾ പറയുന്നതാണ് ശരി എന്നൊന്നും വിശ്വസിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഒരു ചർച്ച മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും ഈ ക്യാൻസർ രോഗങ്ങളൊക്കെ വരുന്നതിനെ സംബന്ധിച്ച് ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ പുറത്തുവിട്ടിരിക്കുന്ന പഠനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ശുദ്ധാസംബന്ധം. ഇപ്പോൾ എൻഡോസൾഫാൻ കമ്പനിക്കാർ അവിടെ നടത്തിയിട്ടുള്ള ചില പഠനങ്ങൾ അവർ ചില ലഘുലേഖകൾ ഇറക്കുന്നുണ്ട്. എൻഡോസൾഫാൻ ഏറ്റവും നല്ല കാര്യമാണ്, വേണമെങ്കിൽ ചമ്മന്തിയിൽ കൂട്ടി കഴിക്കാവുന്ന സാധനമാണെന്നാണ് അവർ പറയുന്നത്. കാരണം നമുക്ക് ഇഡലൊക്കെ തിന്നുമ്പോൾ അതിനകത്ത് ചേർത്താലും പ്രശ്നം ഉണ്ടാകുന്ന കാര്യമല്ല. നമ്മളതിൻ്റെ മാത്രം നോക്കിയാൽ മതി. ഈ അനുവദനീയമായ രീതി, അനുവദനീയം എന്ന് പറഞ്ഞാൽ ആരാ തീരുമാനിക്കുന്നത്? ആരാണ് അനുവദനീയം? ഞാൻ വിഷം കഴിക്കണമെന്ന് എനിക്ക് ആരെങ്കിലും അനുവാദം തന്നിട്ടുണ്ടോ? ഈ അനുവദനീയം എന്ന് പറയുന്നത് ഇവർ തീരുമാനിക്കുന്നതാണ്, കമ്പനി തീരുമാനിക്കുന്നതാണ്. അനുവദനീയമായ രീതിയിൽ ആരത് റിസർച്ച് നടത്തുന്നത്? ഗവൺമെൻറ്റാണോ? കമ്പനികളാണ്. ഏത് കമ്പനി നടത്തുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു 2 തരം വാദങ്ങളുണ്ട്. അല്ല, വാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ശാസ്ത്രീയമായ വാദമാണെങ്കിൽ ആ കേട്ടിരിക്കാൻ രസമുണ്ട്. ഇത് ഞാനിപ്പോൾ നമ്മൾ സാധാരണ നേരത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പോലെ ആണെന്ന് ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. ഞാൻ പക്ഷേ ഇത് പറയുന്നതെന്ന് വെച്ചാൽ വളരെ മൈൽഡായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തെപ്പറ്റി വളരെ ഗൗരവമായ ചർച്ച നടത്തിയിട്ട് ഇതിൻ്റെ ശരി ന്യായങ്ങളൊക്കെ മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ ഇങ്ങോട്ട് മനസ്സിലാക്കാൻ അങ്ങോട്ട് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമ്മൾ ഏകപക്ഷീയമായ നിലയിൽ കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കുകയും ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ക്യാൻസറിനെ സംബന്ധിച്ച് അദ്ദേഹം കണക്ക് പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വയസ്സിൻ്റെ ഇത് ആയുർദൈർഘ്യം വർദ്ധിച്ചു എന്ന് പറയുന്നു. ഇന്ന് നമ്മൾ കഴിക്കുന്ന മരുന്ന് എന്താ? നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്തി മാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരുന്ന് കഴിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാണോ ഹെൽത്തി മാൻ? ഇന്ന് ഒരു മനുഷ്യൻ്റെ ഇന്ന് കേരളത്തിലെ ഒരു വർഷത്തെ മരുന്നിൻ്റെ കൺസംഷൻ എത്ര 1000 കോടി രൂപയുടെയാണ്. ഇന്ത്യയിലെ കൺസംഷൻ എത്ര 1000 കോടി രൂപയുടെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മരുന്നുകൾ മുഴുവൻ കഴിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ്? ആരാണ് നമ്മൾ ആലോചിക്കണ്ടേ? അപ്പോൾ ഇവിടെ മുൻപ് ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ഉണ്ടായിരുന്നിരിക്കാം. നമ്മുടെ നാട്ടിൽ ക്യാൻസർ വന്ന് ബാധിച്ച ആളുകളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കും. ഇപ്പം ഇന്ന് അങ്ങനെയാണോ? അദ്ദേഹം പറയുന്ന 65 വയസ്സിന് ശേഷമാണ് 7 ആൾക്കാർ ക്യാൻസർ വരുന്നു. RCCയിലെ കുട്ടികളുടെ വാർഡിലേക്ക് ഒന്ന് പോയി നോക്കും. നമുക്ക് കൃഷിയിലേക്ക് തിരിച്ചു വരാം. അപ്പം ഞാൻ കൃഷിയും ഇതും തമ്മിൽ ബന്ധമുള്ളതുകൊണ്ടാണ് പറയുന്നത്. കൃഷിയും ആരോഗ്യവും തമ്മിൽ ബന്ധമുള്ളതാണ്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും അല്ല എന്ന് പറയരുത്. സംഗതി യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്.
ആ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈ പിന്നെ ഇപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു പട്ടിണിയും ഉൽപ്പാദന കുറവുണ്ടായിരുന്ന രാജ്യത്ത് ഈ രീതിയിൽ നമ്മൾ പിന്നെ സങ്കരയിനം വിത്തുകൾ കൊണ്ടുവരുന്നു, പിന്നെ കീടനാശിനി പ്രയോഗങ്ങൾ വരുന്നു, രാസവള പ്രയോഗങ്ങൾ വരുന്നു. വളരെ പെട്ടെന്ന് നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനുശേഷമുള്ള അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി പഠിക്കണം. എന്തായിരുന്നു അതിൻ്റെ കോൺസിക്വൻസസ്, എന്തായിരുന്നു അത് മാനവരാശിക്ക് എന്ത് ഗുണമാണ് ചെയ്തിരിക്കുന്നത്.